രാഹുൽ ഗാന്ധി പുതിയുഗ യാത്രയുടെ സമാപനത്തിൽ പ്രഖ്യാപിച്ച 5 ഗ്യാരണ്ടി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാതെ UDF മാനിഫെസ്റ്റോയുടെ ഭാഗമാണ്. സ്ത്രീകൾക്ക് KSRTC ബസ്സിൽ സൗജന്യ യാത്ര, കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടികൾക്ക് 1000 രൂപ പ്രതിമാസ ധനസഹായം, യുവാക്കൾക്ക് സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് 5 ലക്ഷം രൂപ പലിശരഹിത വായ്പ, ചികിത്സാ ചെലവ് 1/3 കുറയ്ക്കുന്നതിനു വേണ്ടി ഉമ്മൻചാണ്ടിയുടെ നാമധേയത്തിൽ ഒരു ഗ്രൂപ്പ് ഇൻഷുറൻസ് പദ്ധതി, വയോജനങ്ങൾക്ക് വേണ്ടി അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വൈവിധ്യമാർന്ന പദ്ധതികൾ നടപ്പാക്കുന്നതിനായിട്ടുള്ള വയോജന വകുപ്പിന്റെ രൂപീകരണം, ഇപ്പോൾ 2000 രൂപ കൊടുക്കുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 3000 രൂപയായി വർദ്ധിപ്പിക്കുന്നുള്ളതാണ്. ഈ 5+1 ഗ്യാരണ്ടി 6 ഗ്യാരണ്ടികളാണ് UDF ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത്. പ്രദീപ് ജോസഫ് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. പ്രദീപ്, 10 വർഷം പ്രതിപക്ഷത്തിരുന്നതാണ്, 7 ദിവസം മാത്രമേ ഉള്ളൂ ഇനി ജനം വിധി എഴുതാൻ. എന്തൊക്കെയാണ് ജനങ്ങൾക്ക് മുന്നിൽ UDF നൽകുന്ന വാഗ്ദാനങ്ങൾ? UDF 2 തവണ അധികാരത്തിൽ നിന്ന് മാറി നിന്നതിന് ശേഷം വീണ്ടും അധികാരം പിടിക്കാൻ ശ്രമിക്കുമ്പോൾ ആ ജനങ്ങളിലേക്ക് എത്താൻ കഴിയുന്ന തരത്തിലുള്ള വാഗ്ദാനങ്ങളാണ് പ്രകടന പത്രികയിൽ നൽകിയിരിക്കുന്നത്. ആദ്യം പറഞ്ഞ 6 പ്രധാന വാഗ്ദാനങ്ങൾ കൂടാതെ കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്ത് ഏറെ ചർച്ചാ വിഷയമായ ആശാവർക്കർമാരുടെ കാര്യത്തിൽ UDF സ്വീകരിച്ചിരിക്കുന്ന നിലപാട് പ്രതിദിനം 700 രൂപ കിട്ടത്തക്ക തരത്തിൽ നിയമനിർമ്മാണം നടത്തും എന്നാണ്. മറ്റൊന്ന്, സാമൂഹിക സുരക്ഷാ പെൻഷൻ ഔദാര്യമാണ് നിലവിൽ, അത് ഔദാര്യമാക്കുന്നതിന് പകരം അവകാശമാക്കാൻ ആവശ്യമായ എല്ലാ നടപടികളും ഉണ്ടാകും. കൂടാതെ കുറഞ്ഞ ചെലവിൽ എല്ലാവർക്കും ഭക്ഷണം ലഭിക്കുന്നതിന് വേണ്ടി എറണാകുളത്ത് കൊച്ചി കോർപ്പറേഷൻ ഇന്ദിരാ ക്യാൻറ്റീൻ എന്ന പേരിൽ ക്യാൻറ്റീൻ തുടങ്ങിയിരുന്നു. ഇതുപോലെ സംസ്ഥാന വ്യാപകമായി ഇന്ദിരാ ക്യാൻറ്റീനുകൾ സ്ഥാപിക്കും. കൂടാതെ ഒരു വലിയ വാഗ്ദാനം എന്ന് പറയുന്നത് മത്സ്യബന്ധന ബോട്ടുകൾ, KSRTC അടക്കമുള്ള യാത്രാ ബസ്സുകൾ, ഉടമസ്ഥർ ഓടിക്കുന്ന ടാക്സികൾ എന്നിവയ്ക്ക് സംസ്ഥാന നികുതിയിൽ നിന്ന് ഇന്ധന സബ്സിഡി ലഭ്യമാക്കും എന്നുള്ളതാണ് എടുത്തു പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. കൂടാതെ കാർഷിക മേഖലയ്ക്ക് നിരവധി പദ്ധതികളാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. വന്യമൃഗശല്യം സംസ്ഥാനത്ത് രൂക്ഷമാണ്, ഒട്ടേറെ ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തിരുന്നു. ഈ സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ട് കൃഷിഭൂമിയിലേക്ക് കടന്നു കയറുന്ന വന്യജീവികളെ ഇല്ലാതാക്കുന്നതിന് കർഷകർക്ക് അധികാരം നൽകുമെന്നാണ് UDF പ്രകടന പത്രികയിൽ പറയുന്നത്. മാത്രവുമല്ല, വന്യജീവികൾ കാർഷിക ഭൂമിയിലേക്ക് കടന്നു കയറുന്നത് തടയുന്നത് വനം വകുപ്പിന്റെ പൂർണ്ണ ഉത്തരവാദിത്വമാക്കും. കാട്ടുപന്നികളെ വെടിവെക്കുന്നതിന് കൂടുതൽ ആളുകൾക്ക് ലൈസൻസ് നൽകും. ലൈസൻസ് നൽകുക മാത്രമല്ല, ഇവർക്ക് അതിന് ചേർന്ന പ്രതിഫലം നൽകുമെന്നും പറയുന്നു. കൂടാതെ വിദ്യാർത്ഥികളുടെയും മറ്റും വിദേശത്തേക്കുള്ള കൊഴിഞ്ഞുപോക്ക് ഒരു പരിധിവരെയെങ്കിലും നിയന്ത്രിക്കുന്നതിന് വേണ്ടി പുതിയ തരത്തിലുള്ള സിലബസ്, ഒപ്പം ഡിജിറ്റൽ രംഗത്ത് മുന്നേറ്റം എന്നീ കാര്യങ്ങളെല്ലാം നടപ്പിലാക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് UDF അധികാരത്തിൽ എത്തിയാൽ സിൽവർ ലൈൻ സംബന്ധിച്ചുള്ള വിജ്ഞാപനം റദ്ദാക്കുമെന്നാണ് ഈ പ്രകടന പത്രിക പ്രകാശനത്തിന് ശേഷം പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കിയത്. മാത്രമല്ല, UDF സർക്കാർ UDF കിഫ്ബിക്കെതിരെ ഏറെ ആരോപണങ്ങളാണ് കൊണ്ടുവന്നിരുന്നത്. ഇതിന്റെ കൂടി പശ്ചാത്തലത്തിൽ ഒട്ടേറെ സാങ്കേതിക തടസ്സങ്ങൾ ഉള്ളതുകൊണ്ട് കിഫ്ബി പദ്ധതി അവസാനിപ്പിക്കും എന്ന് പറയുന്നില്ല, എങ്കിലും അത് പുനഃപരിശോധിക്കുമെന്നാണ് പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടിയത്. സമൂഹത്തിലെ വിവിധ മേഖലകളിലെ ആളുകളെ ഉൾപ്പെടുത്തി കമ്മിറ്റികൾ രൂപീകരിച്ചുകൊണ്ട് പൊതുജനങ്ങളുമായി സംബന്ധിച്ചാണ് ഈ പ്രകടന പത്രിക തയ്യാറാക്കിയത്. അതുകൊണ്ട് തന്നെ എല്ലാ വിഭാഗം ആളുകളെയും തൃപ്തരാക്കുന്നതാണ്, എല്ലാവരിലേക്കും എത്തിച്ചേരാൻ സാധിക്കുന്നതാണ് ഈ പ്രകടന പത്രിക എന്ന്